ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. ഇന്ന് നമുക്ക് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മെയ് ജൂൺ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്നും ധനസഹായം ഉണ്ടാകുന്നതാണ്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. നാൽക്കാലികളിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകും. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട്. യാത്രാവേളകൾ വളരെ ശ്രദ്ധയോടെയാവണം. വിഘ്നേശ്വര പ്രീതി നേടുന്നത് കൂടുതൽ ഗുണകരമാകും. കുടുംബ സ്വത്തുക്കൾക്ക് വേണ്ടി അഭിപ്രായ വ്യത്യാസത്തിനിട കാണുന്നു. ഈശ്വരാനുഗ്രഹം കൂടുതലായി ഉണ്ടാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും. വ്യവഹാരങ്ങളിൽ വിജയം കാണുന്നു. ആരെയും അമിതമായി വിശ്വസിക്കരുത്. കുടുംബത്തിൽ പരിപാലിക്കപ്പെടേണ്ടവരുടെ എണ്ണം വർദ്ധിക്കും. മതപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയുണ്ടാകും. കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ട് വരും. ഭാര്യ വീട്ടുകാരുമായി യോജിച്ചു പോകുവാൻ കഴിയുകയില്ല. മാതാവിന് അസുഖം ബാധിക്കുവാനിടയുണ്ട്. പൊതുരംഗത്ത് ഉത്തരവാദിത്തപ്പെട്ട അതായത് സ്ഥാപനങ്ങളിലും ഒക്കെ സ്ഥാനങ്ങൾ വഹിക്കുന്നതാണ്. എല്ലാ രംഗത്തും ധീരതയും ഊർജ്ജസ്വലതയും പ്രകടിപ്പിക്കും. സഹോദരങ്ങളുമായി യോജിച്ചു പോകുവാൻ നന്നേ പ്രയാസപ്പെടും. അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണിത്. മുൻകോപം ഒഴിവാക്കുക. കുടുംബ ജീവിതം സന്തോഷകരമായിരിക്കും. പിടിവാശി മൂലം പലവിധ വിഷമതകളും നേരിടുന്നതായി വരുന്നതാണ്. വിഘ്നേശ്വര പ്രീതി നേടുന്നത് കൊണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നൊരു സമയമാണിത്. കൂടുതലുള്ളൊരു സമയമാണ്. അപ്പോൾ വിഘ്നേശ്വര പ്രീതി നേടുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.